എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ കുറഞ്ഞ ചിലവിൽ ഒരു അടിപൊളി സ്വീറ്റ് തയ്യാറാക്കാം. ഇത് വളരെ ആരോഗ്യപ്രദവും അതുപോലെ രുചികരവുമാണ്. മിക്ക വീഡിയോകളിലും പപ്പായ അല്ലെങ്കിൽ ഓമയ്ക്ക ഉണ്ടാവും. ഈ ഓമയ്ക്ക അല്ലെങ്കിൽ പപ്പായ കൊണ്ടാണ് നമ്മൾ ഈ സ്വീറ്റ് തയ്യാറാക്കുന്നത്. ഉണ്ടാക്കാൻ എളുപ്പമാണ്, അതുപോലെ നല്ല ടേസ്റ്റുമാണ് ഇതിന്. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ ഫ്രണ്ട്സും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. പിന്നെ ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. എങ്കിൽ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ഞാൻ ഇതുപോലെ ഒരു വലിയ ഓമയ്ക്ക വെച്ചിട്ടാണ് ഈ സ്വീറ്റ് തയ്യാറാക്കുന്നത്. ഞങ്ങളുടെ നാട്ടിൽ ഇതിന് ഓമയ്ക്ക എന്നാണ് പറയുന്നത്. ഓരോ നാട്ടിലും ഓരോ പേരായിരിക്കും. നിങ്ങളുടെയൊക്കെ നാട്ടിൽ എന്താണ് ഇതിനെ പറയുന്നതെന്നൊന്ന് കമൻറ്റ് ചെയ്താൽ നല്ലതായിരിക്കും. ഈ ഓമയ്ക്കയുടെ തൊലിയൊക്കെ ചെത്തി കളഞ്ഞിട്ട് ഒന്ന് മുറിച്ച് അതിൻ്റെ അകത്തെ അരിയൊക്കെ കളഞ്ഞിട്ട് നല്ലതായിട്ട് കഴുകിയെടുക്കണം കേട്ടോ. എന്നിട്ട് ഇതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണേ. ആ ഗ്രേറ്ററിൻ്റെ ചെറിയ വശം വെച്ചിട്ട് വേണം ഇതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാൻ. ഞാൻ ഇതുപോലെ ഓമയ്ക്ക ഒന്ന് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതേ രീതിയിൽ ചെറുതായിട്ട് വേണം ഇതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാൻ. ഓമയ്ക്ക ഗ്രേറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഒന്ന് അളന്നെടുത്തു. ഈ ബൗളിൽ 2 ബൗളുണ്ട് കേട്ടോ. നല്ലതായിട്ടൊന്ന് അമക്കിയാണ് ഞാൻ അളന്നെടുത്ത് വെച്ചിരിക്കുന്നത്. ഓമയ്ക്ക ഗ്രേറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഒന്ന് അളന്നെടുക്കണം കേട്ടോ. എങ്കിൽ നമുക്കിതിലോട്ട് കറക്റ്റ് അളവിന് മധുരം ചേർക്കാൻ പറ്റത്തുള്ളൂ. ഇനി നമുക്ക് ഈ ഓമയ്ക്ക ഒന്ന് വേവിച്ചെടുക്കാം. അതിനുവേണ്ടി ഞാൻ സ്റ്റൗ കത്തിച്ച് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒന്ന് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നന്നായിട്ട് ചൂടായി. ഇനി നമുക്കിതിലോട്ട് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓമയ്ക്ക ഇട്ട് കൊടുക്കാം. ഈ ഓമയ്ക്ക ഇട്ട് കൊടുത്ത് ഒരു 7-8 മിനിറ്റ് നേരം ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. ഒത്തിരി അങ്ങ് വെന്തളിഞ്ഞു പോകരുതേ. ഞാൻ എടുത്തിരിക്കുന്ന ഓമയ്ക്ക പെട്ടെന്ന് വെന്തളിയുന്ന ടൈപ്പല്ല കേട്ടോ. ഓരോ ഓമയ്ക്കയുടെ വ്യത്യാസം അനുസരിച്ച് അത് വേകാൻ എടുക്കുന്ന സമയം വ്യത്യാസപ്പെടും. ഇപ്പോൾ ഒരു 8 മിനിറ്റോളം ആയിട്ടുണ്ട്. നമുക്ക് നോക്കാം ഇത് വെന്തോന്ന്. ഇത് വെന്തിട്ടുണ്ട് കേട്ടോ. ഇത്രയും മതിയേ, വെന്തളിഞ്ഞു പോകരുത്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതുണ്ടല്ലോ ഒരു സ്ട്രെയിനറിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ തവി കൊണ്ട് പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതിലെ വെള്ളം എല്ലാം അങ്ങ് ഊറിപ്പൊക്കോളും. ഇതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഈ സ്വീറ്റിന് ആവശ്യമായിട്ടുള്ള മറ്റ് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഞാൻ ഇതുപോലെ ഒരു പാൻ സ്റ്റൗവിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. സ്റ്റൗ കത്തിച്ചിട്ടില്ല കേട്ടോ. ഇനി ഇതിലോട്ട് നമുക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഓമയ്ക്ക അളന്നെടുത്ത ആ ബൗളുണ്ടല്ലോ, ആ ബൗളിൽ 1 കപ്പ് ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. ആ ശർക്കരയിലോട്ട് നമ്മൾ 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് തിളപ്പിച്ചിട്ടൊന്ന് അരിച്ചെടുത്തതാണ്. ഇനി ഇതിലോട്ടുണ്ടല്ലോ നമുക്ക് 3 ഏലക്ക ചതച്ചതും 3 ഗ്രാമ്പും ചെറിയൊരു കഷ്ണം കറുവപ്പട്ടയും ഇട്ട് കൊടുക്കാം. എന്നിട്ട് സ്റ്റൗ കത്തിച്ച് കൊടുക്കാം. ഇപ്പോൾ ശർക്കരപ്പാനി തിളയ്ക്കാൻ തുടങ്ങി. ഒരു 3 മിനിറ്റോളം ശർക്കരപ്പാനി നല്ലതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഈ ശർക്കരപ്പാനി കുറച്ചൊന്ന് കട്ടിയായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ഓമയ്ക്ക ഇട്ട് കൊടുക്കാം. ഓമയ്ക്ക ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ട് ഇളക്കണം. ഇനി ഇതിലെ വെള്ളം എല്ലാം ഒന്ന് വറ്റണം. ആദ്യം നമുക്കിത് ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ ഇളക്കിയെടുക്കാം കേട്ടോ. അതിന് ശേഷം ഇതൊന്ന് മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കി കൊടുക്കണം. ഇപ്പോൾ ഞാൻ നോക്കിക്കേ, ഇതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഒന്ന് ലോ ആക്കി കൊടുത്തിട്ട് നല്ലതായിട്ട് ഒന്നുകൂടി ഒന്ന് വറ്റിച്ചെടുക്കണം. ഇപ്പോൾ നോക്കി ഇതിലെ വെള്ളം എല്ലാം വറ്റി ഇതൊന്ന് ഉരുണ്ട് വരുന്ന പരുവമായിട്ടുണ്ട്. അതുപോലെ പാനിൽ നിന്നൊന്ന് വിട്ട് വരുന്നൊരു പരുവമായിട്ടുണ്ട്. ഇത് നമുക്ക് ആയൊന്ന് നോക്കാം. കൈ ഒന്ന് വെള്ളത്തിൽ മുക്കിയതിന് ശേഷം ഉണ്ടല്ലോ ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഉരുട്ടി നോക്കണം. അതാ നോക്കി നന്നായിട്ട് ഉരുണ്ട് വരുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പാകം എന്ന് പറയുന്നത്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇത് നല്ലതായിട്ട് തണുത്തതിന് ശേഷം ഉണ്ടല്ലോ ഇത് കുറേശ്ശെ എടുത്തിട്ടൊന്ന് ഉരുട്ടിയെടുക്കണം. ഇനി നമുക്ക് കുറേശ്ശെ എടുത്തിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കാം. എത്ര വലുപ്പത്തിലാണോ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ആ രീതിയിൽ നമുക്കിത് ഉരുട്ടിയെടുക്കാം. അപ്പോൾ നമ്മുടെ ഈ പപ്പായ അല്ലെങ്കിൽ ഓമയ്ക്ക കൊണ്ടുള്ള സ്വീറ്റ് ബോൾസ് റെഡി ആയിട്ടുണ്ട്. നല്ല ഹെൽത്തി അതുപോലെ ടേസ്റ്റിയുമായിട്ടുള്ളൊരു സ്വീറ്റാണിത്. കുട്ടികൾക്കൊക്കെ ഇത് വളരെയധികം ഇഷ്ടമാവും. ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് കഴിക്കുകയും ചെയ്യും. അവർക്ക് ആരോഗ്യത്തിനൊക്കെ വളരെ നല്ലതാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീട്ടിലെപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ഒന്നാണല്ലോ ഓമയ്ക്ക. അതുപോലെ ശർക്കരയൊക്കെ വീട്ടിലെപ്പോഴും ഉണ്ടാകുന്നതാണ്. ഇതേ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഒന്ന് ഉരുട്ടിയെടുക്കാം. ഇത് നമ്മൾ നല്ലതായിട്ട് വിളയിച്ചെടുത്തതുകൊണ്ട് പെട്ടെന്ന് ചീത്തയാകുകയും ചെയ്യത്തില്ല. ഇതുപോലെ ഉണ്ടാക്കി നമുക്ക് സൂക്ഷിക്കാവുന്നതാണ്. എല്ലാവർക്കും ഇത് കഴിക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ഞങ്ങളുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. വീണ്ടും ഇതുപോലെ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.